ഹലോ, വെൽക്കം ബാക്ക്. ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. കുറേ പേര് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു, എന്താണ് ഇപ്പോൾ ഡെലിവറി ഒക്കെ ആയോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ലഞ്ച് വ്ളോഗാണ്. നാടൻ വിഭവങ്ങളൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു ഉച്ചയൂണിൻ്റെ വ്ളോഗാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേരുള്ള ചീര നമ്മൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ തണ്ട് വേണമെങ്കിൽ നമുക്ക് മണ്ണിൽ കുഴിച്ചിടാം, നന്നായിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ചീരയാണത്. ഇത്രയും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇലകളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്ന് എടുത്തിട്ടില്ല ഇതുവരെയായിട്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത് വീണ്ടും വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതും ഞാൻ അതുപോലെ തന്നെ വേരുള്ള തണ്ടാണെങ്കിൽ മാത്രമേ ഇങ്ങനെ കുഴിച്ചിട്ടാൽ മതി കേട്ടോ. വേര് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ അതും അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പും ചീരയും കൂടി ഉള്ള തേങ്ങ അരച്ച കറി ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ കോമൺ ആയിട്ടുള്ളൊരു കറിയാണ്. അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചോറിലേക്ക്. ഇവിടെ പരിപ്പ് ചേർത്തിട്ടുള്ള കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, മക്കൾക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ചീര ഞാൻ ഒരു കെട്ട് എടുത്തിട്ടുള്ളൂ ഇത്രയും പരിപ്പിലേക്ക്. അപ്പോൾ കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ചീര നല്ലതാണ്. അതുപോലെ തന്നെ ചീരയുടെ ടേസ്റ്റൊക്കെ ഇങ്ങനെ കറിയിലിടുമ്പോൾ നല്ല ടേസ്റ്റാണ്, കുട്ടികളൊക്കെ കൂളായിട്ട് കഴിച്ചോളും. അപ്പോൾ ഇതാ പരിപ്പ്, ഞാൻ ഈ പരിപ്പ് പെട്ടെന്ന് വേവുന്ന പരിപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ ചീരയും പരിപ്പും കൂടി ഒരുമിച്ച് വേവിക്കുന്നത് കേട്ടോ. പരിപ്പിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ടാവുള്ളൂ. അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ ചുവന്ന ചീര എണ്ണ എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അടച്ച് വെച്ചിട്ട് അത് വേവിച്ചെടുക്കാം. ഉപ്പ് ഞാനിപ്പോൾ ചേർത്തിട്ടില്ല കേട്ടോ. ഇനി ഞാൻ വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായ ശേഷം അതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കുക. പിന്നെ ഒരു പച്ചമുളക് കീറിയതിട്ട് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചുവന്ന മുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ എരിവ് അത്ര ഇഷ്ടമല്ല. പിന്നെ കറിവേപ്പിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പച്ചക്കായ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 6 പച്ചക്കായ എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പച്ചക്കായ ഉടച്ചിട്ടുള്ള ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പച്ചക്കായ നേരിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ചെറിയൊരു കപ്പിൽ നിറയെ എടുത്തിട്ടുണ്ട് കഞ്ഞിവെള്ളം, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതവിടെ കിടന്നിട്ട് വേവട്ടെ. അത്രയേ ഉള്ളൂ നമ്മുടെ ഉപ്പേരി ഇതാവാൻ. അത് റെഡിയായാൽ നമ്മുടെ ഉപ്പേരി റെഡിയാവും. അപ്പോൾ നല്ല ടേസ്റ്റാണ്, പൊതുവേ നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ഇങ്ങനെ ഉടഞ്ഞ പരുവായതുകൊണ്ട് കുട്ടികൾക്കാണെങ്കിലും കൂളായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പരിപ്പും ചീരയും കൂടി ഇപ്പോൾ നന്നായിട്ട് ഒന്ന് വേവുന്നുണ്ട്. മുമ്പ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ പരിപ്പും ഇലയും കൂടി ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേവുമെന്നൊക്കെ. അപ്പോൾ ഈ പരിപ്പ് പെട്ടെന്ന് വേവുന്നതായതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്, കാരണം ഇപ്പോൾ ഏകദേശം അത് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. വെന്ത ശേഷമാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി റെഡി ആവാനുണ്ട്. അപ്പോൾ വീണ്ടും അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ പച്ചക്കായ എന്തായി നോക്കാം. കണ്ടോ, പച്ചക്കായ ഒന്ന് ഉടഞ്ഞ് വരുന്നുണ്ട്. ഇത് നന്നായിട്ട് ഉടയണം, ആ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് ഉടയണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. പച്ചക്കായ ശരിക്കും ഇങ്ങനെ ഉണ്ടാക്കുമ്പം വളരെ നല്ല ടേസ്റ്റാണ് ഉണ്ടാവും കേട്ടോ. സാധാരണ ഉപ്പേരി ഉണ്ടാക്കുന്നതിനും ടേസ്റ്റാണ് ഇങ്ങനെ ഉടച്ച് വെക്കുന്നത്. പലരും പല രീതിയിലാട്ടോ ഉണ്ടാക്കുന്നത്, തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട് ചിലർ. അപ്പോൾ അതാ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പച്ചക്കായ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചീരയും പരിപ്പും കൂടി ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് ഒഴിക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പിലും കുറച്ചുകൂടെ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ചെറിയ ഉള്ളി, ചെറിയ ജീരകം, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കണം. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. തേങ്ങ അരച്ചിട്ടുള്ള കറി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, സെയിം മെത്തേഡ് തന്നെയാണ്. പിന്നെ ഇത് തിളയ്ക്കാൻ പാടില്ല, തിളക്കുന്നതിന് മുമ്പ് ഓഫ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കറി ആ ഒരു കറിയുടെ പരുവത്തിലായി വരുന്നവരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ ഒരുപാട് പരിപ്പും ചീരയൊക്കെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ളത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഓഫ് ചെയ്യണം, തിളച്ച് മറിയാൻ പാടില്ല. അപ്പോൾ പിന്നെ പിരിഞ്ഞ പോലെ ആയിരിക്കും കറി ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ തിള വരുന്ന സമയത്ത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഓഫ് ചെയ്യാം കേട്ടോ.
അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് കടുക് വറുക്കാനുണ്ട്. അപ്പോഴേക്ക് നമുക്ക് മീനൊന്ന് മസാല തേക്കാം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. വലിയ മീനായതുകൊണ്ടാണ് അത്ര എടുത്തിട്ടുള്ളത്. പിന്നെ 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വിനാഗിരി അതും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഞാൻ മസാലയായിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ സാധാ ഗ്രിൽ ചെയ്യുന്ന മീനാണ്, ഷേരിയാണ് എടുക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗ്രില്ല് ചെയ്ത് കാണിക്കുന്നില്ല. സാധാരണ എല്ലാവർക്കും അറിയും ഗ്രില്ല് ചെയ്യാൻ. പക്ഷേ ഇങ്ങനെ ഇതൊരു ഫ്രൈങ് പാനിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പം ഈ ഒരു മസാല തേച്ചിട്ട് തന്നെ ഫ്രൈ ആക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല തിക്കായിട്ട് മസാല തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ കേട്ടോ. അപ്പോൾ മീൻ വലിയ ഷേരി മീനാണ് എടുത്തിട്ടുള്ളത്. അത് നടുവേ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ മുള്ളുണ്ട്, മറ്റേ സൈഡിൽ മുള്ളില്ല, അങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കുമ്പോൾ അവരോട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞാൽ അവർ ചെയ്തു തരും. ഞാൻ ചെയ്തതല്ല കേട്ടോ. എന്നിട്ട് ഒരു വശം നന്നായിട്ടൊന്ന് വരിക, മറ്റേ വശം വല്ലാണ്ട് വരിഞ്ഞു കൊടുക്കണ്ട. കാരണം നമ്മളത് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വരിഞ്ഞിട്ടുള്ളൂ. ചെറുതായിട്ട് മസാലയൊക്കെ അകത്തേക്ക് പിടിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് വരിഞ്ഞിട്ടുള്ളൂ. നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളമൊക്കെ ഒപ്പിയെടുത്ത ശേഷം ഈ മസാല നമ്മൾ തേച്ച് വെച്ചല്ലേ, മസാല റെഡിയാക്കി വെച്ചല്ലോ, അത് ഇതിലേക്ക് തേച്ച് കൊടുക്കുക. നല്ല കട്ടിയിൽ തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ. എന്നാലേ ആ ഒരു മീനിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ വരുള്ളൂ. പിന്നെ ഷേരി ഫിഷ് നമ്മൾ സാധാരണയായിട്ട് ഗ്രില്ല് ചെയ്യുന്ന മീനാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പച്ച മസാല ഉണ്ടല്ലോ, മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പച്ച മസാല തേച്ചിട്ടുണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഗ്രില്ല് ചെയ്യുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരിക. നമ്മൾ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ റെഡ് മസാല ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിൻ്റെ മറ്റേ സൈഡിലും ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഐഷസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനും. അപ്പോൾ മീൻ മസാല തേച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചീര പരിപ്പ് കറിയിലേക്ക് കടുക് വറുത്തിട്ട് അതും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക് താളിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഈ ഒരു മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം, വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മീൻ പാകത്തിനുള്ള പാത്രം ഇപ്പോൾ ഇതാണ്, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. വലിയ ഫ്രൈങ് പാന് വേണ്ടി വരും. അപ്പോൾ അത്രയും വലിയ പാത്രം ഉണ്ടെങ്കിൽ മാത്രം ഈ മീൻ നിങ്ങൾ ഫ്രൈ ചെയ്യാൻ വെച്ചാൽ മതി, അല്ലെങ്കിൽ പിന്നെ ഗ്രിൽ ചെയ്യേണ്ടി വരും കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു പാന് നിറയെ ഈ മീൻ തന്നെ ഉണ്ട്. അപ്പോൾ പതുക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുക. നന്നായിട്ട് ചൂടായ ശേഷം മാത്രം പാനിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അടിഭാഗം ഇവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് മുകളിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ അത് വീണ്ടും അടിഭാഗം ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. ജസ്റ്റ് ഒന്ന് ഈ ചില ഭാഗങ്ങളൊന്നും ഇങ്ങനെ പൊങ്ങി കിടക്കും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ കുക്കായി കിട്ടില്ല. നമ്മൾ ഒരു പ്രാവശ്യം മാത്രമേ തിരിച്ചിട്ട് കൊടുക്കുന്നുള്ളൂ, 2-3 തവണ തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇതിപ്പം ഹസ്ബൻഡാണ് ഇപ്പം മറ്റേ സൈഡിൽ നിന്ന് പിടിക്കുന്നത് കേട്ടോ, കാരണം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് തിരിച്ചിട്ട് കൊടുത്താൽ ചിലപ്പോൾ എല്ലാം കൂടി പൊടിഞ്ഞു പോകും. അവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം പൊടിയാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാലും കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു വശം മുള്ളില്ലായിരുന്നു, ആ ഭാഗത്ത് വരിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചെറുതായിട്ടൊന്ന് വരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വരിഞ്ഞ ഭാഗമാണ് അവിടെ പൊട്ടിപ്പോയത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ വരിയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഈ ഷേരി മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഷേരി ഫിഷ് എപ്പോഴും ഇങ്ങനെ വലിയ ഫിഷ് ആയിരിക്കും ടേസ്റ്റ്. ചെറുത് അത്ര അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല, വലിയതാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, അത് നമ്മൾക്കിവിടെ ഇപ്പം വീട്ടിലുണ്ടായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് കുറച്ചൊന്ന് പുറമേ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ച ഊണിൻ്റെ വിഭവങ്ങളെന്ന് പറയുന്നത് ഷേരി ഫിഷ് ഇതുപോലെ നടുവേ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പരത്തി പൊരിച്ചതാണ്. പിന്നെ നമ്മുടെ ചീര പരിപ്പ് തേങ്ങ അരച്ച കറി. ഈ കറി നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള കറിയാണ്. അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക.
പിന്നെ രാവിലെ ഞാൻ കുറച്ച് ചേന ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ചേന ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേന ഫ്രൈ ആക്കിയത് കുറച്ച് ബാക്കിയുണ്ട്. പിന്നെ പച്ചക്കായ ഉപ്പേരിയും പിന്നെ മത്തൻ താളിച്ചതും. അപ്പോൾ അത് ഞാൻ മുമ്പ് കാണിച്ചതുകൊണ്ട് വീണ്ടും കാണിക്കുന്നില്ല. ഇവിടെ മക്കൾക്ക് പൊതുവേ ഇങ്ങനെ പരിപ്പ് ചേർത്തിട്ടുള്ള പച്ചക്കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ മീൻ കറികളെക്കാളൊക്കെ ഇഷ്ടം, മീൻ കറിയൊന്നും ഒട്ടും കഴിക്കില്ല, ആ കറികളെക്കാളൊക്കെ ഇഷ്ടം ഇതുപോലത്തെ കറികളാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇങ്ങനെ പരിപ്പും ജീരകം കുറച്ച് അധികം ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വലിയ ശേരി ഫിഷൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഇതുപോലെ നടുവേ പിളർത്തിയിട്ട് മാർക്കറ്റിൽ തന്നെ കട്ട് ചെയ്ത് തരാൻ പറഞ്ഞാൽ മതി. ഇതുപോലെ മസാല തേച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് മറിച്ചിടുമ്പോഴാണ്. നല്ല വെയിറ്റുള്ള മീനാകുമ്പോൾ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു വശം ഒന്ന് അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് മാത്രം മറ്റേ വശം തിരിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അടിഭാഗത്തെ മീറ്റൊക്കെ അവിടെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക കേട്ടോ. ഇതുപോലത്തെ മീനൊക്കെ നമ്മൾ ഗ്രിൽ ചെയ്യാനാണ് വാങ്ങിക്കാറ്. ഇതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. ഗ്രില്ലാകുമ്പോൾ നമുക്ക് ആ ഗ്രില്ല് തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ മതിയല്ലോ. അല്ലെങ്കിൽ ഓവനിലും ഒക്കെ ആണെങ്കിലും താഴെയും മേലെയും ഒരുമിച്ച് കുക്കായി കിട്ടും. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഉടഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ മീൻ അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ്, ലഞ്ചിൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതിയൊരു വ്ളോഗുമായിട്ടോ റെസിപ്പിയുമായിട്ടോ വീഡിയോയുമായിട്ടോ ഒക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.